തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമൊക്കെ നേരെ എതിർവശത്തായിട്ടുള്ള ആദംസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഹോൾസെയിൽ ഷോപ്പിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ഫ്ലെക്സ്, ബാനറുകൾ മുതലായ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് നൽകുന്ന ഒരു കടയാണ്. ഇവിടെയാണ് ഏകദേശം 3 ടണ്ണോളം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് അധികൃതർ ഇവിടെ എത്തുകയും ആ ഒരു വാർത്ത സത്യമാണെന്നറിഞ്ഞ് ആ വസ്തുക്കൾ ഇപ്പോൾ ഇവിടെ നിന്നും നീക്കുകയാണ്. കോർപ്പറേഷൻ്റെ സ്ക്വാഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് മുതലായിടത്തു നിന്നുള്ള അധികൃതരെല്ലാവരും തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇലക്ഷന് വേണ്ടി ഒരു ഹരിത പ്രോട്ടോകോൾ ഗവൺമെൻറ് നിഷ്കർഷിച്ചു എന്നതിന് പുറമെ ഈ മെറ്റീരിയൽ ഒരു പ്രിൻറ്റിംഗ് പർപ്പസിനും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതൊരു എൻവയോൺമെൻ്റലി പ്രശ്നം ഉണ്ടാക്കുന്ന, നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിനെ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വേറെ ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. ഏത് പർപ്പസിന് ഉപയോഗിച്ചാലും ഇത് മണ്ണിലേക്ക് പോവുകയും അതവിടെ നൂറ്റാണ്ടുകളോളം അവിടെ കിടക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ, അങ്ങനെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നമ്മൾ PCB അന്വേഷിക്കുക QR കോഡ് വഴിയ ഫ്ലക്സ് ബോർഡുകൾ മാത്രമേ നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ പാടുള്ളൂ. അതിൽ കൃത്യമായിട്ടും അതിൻ്റെ EPR രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ ഏത് പ്രിൻറ്റിംഗ് സെഷനിലാണ് കൊടുക്കുന്നത് ആ പ്രിൻറ്റിംഗ് യൂണിറ്റിൻ്റെ പേര് ഉൾപ്പെടെയാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് മാത്രമേ വെച്ചാൽ പാടുന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതിന് വിദഗ്ധമായിട്ട് ഫ്ലെക്സ് കമ്പനികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഷോപ്പുകളിൽ ഇത്തരത്തിലുള്ള തീർച്ചയായും അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിശക്തമായിട്ട് ഈ മേഖലയിൽ നമ്മൾ ഇറങ്ങും. നമ്മുടെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇത് നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടിയല്ല, ഇതൊരു കോമൺ കോസിന് വേണ്ടിയാണ്. നിലവിൽ എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധന ഊർജിതമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.